ഹായ്, എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് ചാനലിലെ ഒരു പ്രത്യേക അറിയിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്നേഹം അറിയിക്കുന്നു. ഇപ്പം നമ്മൾ യൂട്യൂബർമാരെല്ലാം ലൈവ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഞാനും ചെയ്യുന്ന ആളാണ്. അപ്പോൾ യൂട്യൂബിൽ കടന്നു വരുന്നവർക്ക് നമ്മൾ ബ്ലൂ കൊടുക്കാറുണ്ട്. ലൈവ് ചെയ്യുന്നവർക്ക് ബ്ലൂ എന്ന് പറയുമ്പം അത് മനസ്സിലാവും. ലൈവ് ചെയ്യാത്തവർക്കാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ അല്ലെങ്കിൽ മാനേജിങ് മോഡറേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുള്ളായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലർക്കും ബ്ലൂ കൊടുക്കാറുണ്ട്. ഞാനും പലർക്കും കൊടുക്കാറുണ്ട്. കാര്യം നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം താഴോട്ട് വരുന്ന മെസ്സേജ് എങ്ങനത്തെയാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ നമ്മൾ പ്രത്യേകം ബ്ലൂ ഒക്കെ കൊടുത്ത് നിർത്താറുണ്ട്. കാര്യം എന്തെങ്കിലും ബാഡ് കമൻറ്റ് വന്നാൽ അവരെ അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ടൈം ഔട്ട് കൊടുക്കാനോ അതും പറ്റുന്നില്ലെങ്കിൽ ഹൈഡ് ചെയ്യാനൊക്കെ ഒരു ആൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പം ഞാനും അങ്ങനെ ഒരാളെ പ്രത്യേകം സാധാരണ കരുതാറുണ്ട്. അപ്പം നമ്മൾ ഈ ബ്ലൂ പലർക്കും കൊടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ ലൈവ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരെ പലരുടെയും ബ്ലൂ നമ്മൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ കടന്നു വരാറുണ്ട്. അപ്പോൾ ചില ചാനലുകാർ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ബ്ലൂ എങ്ങനെയാണ് നമുക്ക് മാറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈലിനകത്ത് വൈറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂവിൻ്റെ ഓപ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ആ ആപ്പ് നമ്മുടെ മൊബൈലിൽ നമുക്ക് ആവശ്യമില്ല. അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യണം. അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ക്രോമിൽ പോയിട്ട് ആ സെറ്റിങ് നമുക്ക് കാണാനും അതിനെ ബ്ലൂ ഇല്ലാതാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലുള്ള വൈറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പിന് നമ്മൾ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ക്രോമിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ തുറന്ന് അതിനുള്ളിൽ ചെല്ലുമ്പോഴത്തേന് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേനും അതിൽ ഏറ്റവും ലാസ്റ്റിൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് അവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റിലായിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തുറക്കും ക്രോമിനകത്ത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് നമ്മളിങ്ങനെ കാണാം. അതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ 2 ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റിലുണ്ട്. അതിലൊരു ഓപ്ഷൻ സെറ്റിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്കവിടെ കാണാം, സിമ്പൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അത് ആ സെറ്റിങ്ങിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സെറ്റിംഗ് തുറന്നു വരുമ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസാണ് നമ്മൾ ആദ്യം കാണുന്നത്. ജനറൽ, ചാനൽ, പിന്നെ അപ്ലോഡ് ഡിഫോൾട്ട്സ്, പെർമിഷൻസ്, കമ്മ്യൂണിറ്റി മോഡറേഷൻ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മോഡറേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു 3 ഓപ്ഷൻ മേളിൽ ഇങ്ങനെ ലൈനായിട്ട് കാണാം. അതിൽ സെൻറ്റർ ഓപ്ഷൻ യൂസർ മാനേജ്മെൻറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്ലൂ കൊടുത്തവർ, അതായത് സ്റ്റാൻഡേർഡ് മോഡറേറ്ററായിട്ട് വെച്ചവർ, മാനേജിങ് മോഡറേറ്ററായിട്ട് വെച്ചവർ, പിന്നെ നമ്മൾ ഹൈഡ് കൊടുത്തവർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം അവിടെയാണ് വരുന്നത്. ഈ ബ്ലൂ മൊത്തത്തിലായിട്ട് മാറ്റാൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ, ആ കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിൽ ഒരു ക്രോസ് ചിഹ്നം ഉണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരുടെയും ബ്ലൂ അവിടെ നിന്ന് മാറിപ്പോകും. ഇനി അതല്ല, നമുക്ക് കുറച്ച് പേരെ ബ്ലൂ കൊടുത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്, അവരെ അവിടെ നിർത്തുകയും മറ്റുള്ളവരെ മാറ്റണമെങ്കിൽ മാറ്റേണ്ടവരുടെ പേരിനോട് ചേർന്ന് തന്നെ ക്രോസ് ചിഹ്നമുണ്ട്. അതിങ്ങനെ ഓരോന്നോരായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡിലീറ്റ് ആയി പോകും. ഹൈഡ്, അതിൻ്റെ താഴെ നമുക്ക് ഹൈഡ് ചെയ്തവരെയും കാണാം. ചിലരറിയാതെ പലർക്കും ആയി പോകാറുണ്ട്. ചിലർ മറ്റുള്ളവർക്ക് ബ്ലൂ കൊടുത്തിട്ട് അവർ ചിലരെ ഹൈഡാക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ആ താഴത്തെ കോളത്തിനകത്തുണ്ട്. അവിടെ പോയിട്ട് ഓരോരുത്തരെയായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. മൊത്തത്തിൽ ഹൈഡ് മാറ്റാനാണെങ്കിൽ, നമുക്ക് പ്രശ്നക്കാരാരുമില്ല, അബദ്ധവശാൽ സംഭവിച്ച ഹൈഡുകളാണെങ്കിൽ അവരെ മൊത്തത്തിൽ മാറ്റാൻ റൈറ്റ് സൈഡിൽ ക്രോസ് ചിഹ്നം ഞെക്കി കഴിഞ്ഞാൽ എല്ലാം മാറിപ്പോവുകയും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ, ആ കോളത്തിൻ്റെ തന്നെ താഴെ റൈറ്റ് സൈഡിലായിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ സേവ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ എല്ലാം മാറി, കൊടുത്തവരുടെ ബ്ലൂ എല്ലാം അവരെല്ലാം മാറിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ബ്ലൂ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവിടെ നിർത്തിക്കൊണ്ട് സേവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം ഡിലീറ്റായി പോകും. ഇതാണ് എനിക്കറിയാവുന്ന ബ്ലൂ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതറിയായിരിക്കാം. നിങ്ങളിൽ പലർക്കും മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്, അത് അറിയായിരിക്കാം. അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്കും അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. അതല്ല, ഈ എത്തിക്കാൻ
നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഫോർവേഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ ഞാൻ നിർത്തുന്നു.